SS വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 6 ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ സിലബസും അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ബാക്കിയുള്ള എല്ലാ മൊഡ്യൂളിൻ്റെയും പാർട്ട് ബി മൊഡ്യൂൾ 1 മുതൽ 8 വരെ അതിൽ 6 നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു, ബാക്കിയുള്ള എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പാർട്ട് എയുടെ സിലബസും അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ജനറൽ ടെലഗ്രാം ഗ്രൂപ്പ് അതിൻ്റെ ലിങ്കും താഴെ അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ HSA സോഷ്യൽ സയൻസിൻ്റെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്, റെക്കോർഡർ ക്ലാസ്സുകൾ പ്രൈവറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ PPT നോട്ടുകൾ, അതിൻ്റെ പ്രിൻ്റ് എടുക്കാവുന്ന രീതിയിലുള്ള PDF നോട്ടുകൾ, അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെയുള്ള നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും നിങ്ങൾ വാട്സാപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനെ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8129529102 8129529102 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ സിലബസ് പാർട്ട് ബി മൊഡ്യൂൾ 6 വരുന്നത് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻ, ഡിപ്ലോമസി, ഫോറിൻ പോളിസി, കൊളക്റ്റീവ് സെക്യൂരിറ്റി, ഡിസാർമെന്റ് ആൻഡ് ആം കൺട്രോൾ, UNO പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻ, ന്യൂ ട്രെൻഡ്സ്, ഗ്ലോബലൈസേഷൻ, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ, ബ്യൂറോക്രസി, merit and demerit, new public administration, new public management, development administration, significance of local self-government institutions in India, political thinkers, Plato, J.S. Mill, Aristotle, Rousseau, Marx, Gramsci and Gandhiji, major contribution. അപ്പോൾ ഇത്ര ഒരു സിലബസ് ആണ് നമുക്ക് മൊഡ്യൂൾ 6ൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. 10 മാർക്കിൻ്റെ ചോദ്യമാണ് ഇവിടുന്ന് വരുന്നത്. മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, അത് കാണുമ്പോൾ ഒരു ചെറിയൊരു ടോപ്പിക് ആണെങ്കിൽ കാണും നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെയല്ല, ഇത് വളരെ വലിയ ടോപ്പിക്കാണ്. മാത്രമല്ല ഒരുപാട് ഫാക്ട്സുകൾ ഇതിൽ പഠിക്കാനുണ്ട്, ഒന്നും ഇതിൽ ഒഴിവാക്കാനില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കഴിഞ്ഞ 2022 ചോദിച്ച ചോദ്യങ്ങളിലേക്കൊന്ന് പോവാം. അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു? ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫെഡറൽ ഭരണ സംവിധാനമില്ലാത്ത രാജ്യം ഏതാണ് കൊടുത്തിട്ടുള്ളത്? ഫെഡറൽ ഭരണ സംവിധാനമില്ലാത്ത രാജ്യം നിങ്ങൾ നോക്കുക. ഓപ്ഷൻ അമേരിക്ക, ബ്രസീൽ, കാനഡ, ശ്രീലങ്ക. ഇതിലേതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫെഡറൽ ഭരണ സംവിധാനം ഇല്ലാത്തത്? അപ്പോൾ ഫെഡറൽ ഭരണ സംവിധാനമുള്ള 3 രാജ്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശ്രീലങ്കയാണ്. അപ്പോൾ ശ്രീലങ്കയിൽ ഒരു ഫെഡറൽ ഭരണ സംവിധാനമല്ല. അപ്പോൾ അവിടെയുള്ള ഭരണ സംവിധാനം നമ്മൾ അറിയണം. അതുപോലെ തന്നെ ഈ 3 രാജ്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫെഡറൽ ഭരണ സമ്പ്രദായം പിൻപറ്റുന്ന രാജ്യങ്ങൾ. കാനഡയിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി PM എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രിയാണ്. USA ആരാണ്? ജോ ബൈഡൻ പ്രസിഡന്റാണ്. മെക്സിക്കോ ക്ലോഡിയ ഷെയിൻബോം പ്രസിഡന്റാണ്, പഠിച്ചു നോക്കുക. ബ്രസീൽ ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ, ഒരു കളിക്കാരൻ തന്നെയാണല്ലോ സിൽവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രസീലിൻ്റെ ഒക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും. ബ്രസീലിൻ്റെ പ്രസിഡന്റ് ആരാണ്? ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ. അർജന്റീന ഹാവിയർ മിലി പ്രസിഡന്റാണ്. സ്പെയിൻ്റെ പ്രസിഡന്റ് പെട്രോ സാഞ്ചസ്. ബെൽജിയം അലക്സാണ്ടർ ഡി ക്രോ, അവിടെ ബെൽജിയത്തിൻ്റെത് പ്രധാനമന്ത്രിയാണ് കൊടുത്തിട്ടുള്ളത്. ഓസ്ട്രിയ അലക്സാണ്ടർ വാൻഡൻ ബെല്ലൻ പ്രസിഡന്റാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ പഠിച്ചു വെക്കുക. കൂടുതലായിട്ടൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല ഈ ക്ലാസ്സിൽ, നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ നൈജീരിയ ആരാണ്? ബോല ടിനുബു പ്രസിഡന്റാണ്. എത്യോപ്യയുടെ പ്രസിഡന്റ് ആരാണ്? ടെയ് അറ്റ് സെലാസി. അവിടെ പ്രധാനമന്ത്രി ആരാണ്? അബി അഹമ്മദാണ് എത്യോപ്യയുടെ പ്രധാനമന്ത്രി. സൗത്ത് ആഫ്രിക്ക സിറിൻ റമഫോസ പ്രസിഡന്റാണ്. ഇന്ത്യയിൽ നമ്മുടെ നരേന്ദ്രമോദി 14ാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അതുപോലെ 2014 മെയ് 26 അദ്ദേഹം ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത്. ദ്രൗപദി മുർമു ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റ്. 2022 ജൂലൈ 25 അധികാരമേറ്റത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളതിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. റഷ്യ വ്ളാദിമിർ പുടിൻ പ്രസിഡന്റാണ്. മിഖായൽ മിഷുസ്റ്റിൻ പ്രധാനമന്ത്രിയാണ്. ഓസ്ട്രേലിയ ആന്റണി അൽബനീസ് പ്രധാനമന്ത്രിയാണ്. മലേഷ്യ അൻവർ ഇബ്രാഹിം. ഇതിവിടെ ഫെഡറൽ ഭരണം പിൻപറ്റുന്ന രാജ്യങ്ങളോടത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് ജസ്റ്റ് ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ചോദ്യങ്ങൾ വരാം. അപ്പോൾ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ? കാനഡ, USA, മെക്സിക്കോ, ബ്രസീൽ, അർജന്റീന, സ്പെയിൻ, ബെൽജിയം, ഓസ്ട്രേലിയ,
അതേപോലെ നൈജീരിയ, എത്യോപ്യ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, റഷ്യ, ഓസ്ട്രേലിയ, മലേഷ്യ ഇതൊക്കെ ഫെഡറൽ ഭരണ സംവിധാനം പിൻപറ്റുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മളിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് ഫെഡറൽ ഭരണ സംവിധാനം, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഇനി ഏകീകൃത ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങൾ നോക്കാം. ഫ്രാൻസ്, അവിടെ പ്രസിഡന്റ് ആരാ? ഇമാനുവൽ മാക്രോൺ. യു കെയിൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ചൈനയിൽ ജി ഷിൻപിങ്. അവിടെ CCP ജനറൽ സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ് എന്നാണ് അറിയപ്പെടുന്നത്. CCP ജനറൽ സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ് ചൈന ജി ഷിൻപിങ്. UAEയുടെ പ്രസിഡന്റ് ആരാ? മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. അതുപോലെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് അനുരകുമാര ദിസ നായകെ. നെതർലാൻഡ് ഡിങ് ഷൂഫ് പ്രധാനമന്ത്രിയാണ്. ജപ്പാൻ ഷിഗരു ഇഷിബ പ്രധാനമന്ത്രിയാണ്. ഇന്തോനേഷ്യ പ്രബോവെ സുബിയാന്തോ പ്രസിഡന്റാണ് ഇന്തോനേഷ്യയുടെ. തുർക്കി റജബ് തയ്യിപ് എർദോഗാൻ. ഇറ്റലി സെർജിയോ മാറ്ററല്ല. ഇറാൻ മസൂദ് പെസെഷ്കിയാൻ പ്രസിഡന്റാണ്. അപ്പോൾ നോക്കുക കേട്ടോ, ഏകീകൃത ഭരണ രാജ്യം ഏതൊക്കെയാണ്? യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഉള്ള രാജ്യങ്ങൾ UK, ഫ്രാൻസ്, ചൈന, UAE, ശ്രീലങ്ക, നെതർലാൻഡ്, ജപ്പാൻ, ഇന്തോനേഷ്യ, തുർക്കി, ഇറ്റലി, ഇറാൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരുടെ ജസ്റ്റ് ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വർഷങ്ങളൊക്കെ ജവഹർലാൽ നെഹ്റു മുതൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. 14ാമത്തത് ആദ്യം ജവഹർലാൽ നെഹ്റു, പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ചരൺ സിംഗ്, രാജീവ് ഗാന്ധി, VP സിംഗ്, ചന്ദ്രശേഖർ, PV നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി, HD ദേവഗൌഡ, ദെൻ ഇന്ദുകുമാർ ഗുജ്റാൾ, IK ഗുജ്റാൾ 1997 1998 കാലത്താണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് 2014 2014 പ്രസിഡന്റ് നമ്മുടെ പ്രസന്റ് ആയിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആര്? നമ്മുടെ നരേന്ദ്രമോദി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രസിഡന്റുമാരൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. രാജേന്ദ്ര പ്രസാദ്, പിന്നെ ആര് വരുന്നു? നമ്മുടെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, ദെൻ BV ഗിരി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, നീലം സഞ്ജീവ് റെഡ്ഡി, ഗ്യാൻ സെയിൽ സിംഗ്, രാമസ്വാമി വെങ്കിട്ടരാമൻ, ശങ്കർ ദയാൽ ശർമ്മ, ദെൻ KR നാരായണൻ, APJ അബ്ദുൽ കലാം, പ്രതിഭ പാട്ടേൽ, പ്രണബ് മുഖർജി, രാംനാഥ് കോവിന്ദ്, പിന്നെ ആരാണ്? ദ്രൗപദി മുർമു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിക്കാനൊക്കെ ഒരു കോഡൊക്കെ ഉണ്ടല്ലേ? എങ്ങനെ ഒരു പാട്ട് പോലെ എങ്ങനെ പറയില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ തുടങ്ങുമ്പോൾ ഇപ്പോൾ രാജു, രാധ, സഹ്യഗിരി വഴി നീലക്കാറിൽ, സഹ്യഗിരി വഴി ഇവിടെ അലിയുടെ കൂടെ നീലക്കാറിൽ സൈറം മുഴക്കി പോകവേ ശങ്കര നാരായണ പാടിയ കലാം പ്രതിഭയ്ക്ക് പ്രണാമം. എങ്ങനെയൊന്ന് നോക്കുകയല്ലേ? കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒന്ന് ഒറ്റ ഞാൻ ഒന്ന് പറയാം. രാജുരാധ സഹ്യഗിരി വഴി നീലക്കാറിൽ, ഒന്ന് പറയാട്ടോ, തെറ്റിപ്പോയതാണ്. രാജുരാധ സഹ്യഗിരി വഴി അലിയുടെ കൂടെ നീലക്കാറിൽ സൈറം മുഴക്കി പോകവേ രാമശങ്കര നാരായണ പാടിയ കലാം പ്രതിഭയ്ക്ക് പ്രണാമം. ഓക്കെ, അപ്പോൾ നോക്കാം. രാജേന്ദ്ര പ്രസാദ്, നമ്മുടെ രാധാകൃഷ്ണൻ, രാജുരാധ, സഹ്യഗിരി, സക്കീർ ഹുസൈൻ, ഗിരി, VV ഗിരി, ഫക്രുദ്ദീൻ അലിയുടെ കൂടെ നീലക്കാറിൽ, നീല സഞ്ജീവ് റെഡ്ഡിൽ സൈറം മുഴക്കി പോവുക, ഗ്യാനി സെയിൽ സിംഗ്, സൈറം മുഴക്കി പാടി എന്നൊക്കെ പറയാം. സൈറം സിംഗ് അല്ലേ? അപ്പോൾ എന്താണ്? ആരാണ്? രാമസ്വാമി വെങ്കിട്ടരാമൻ, ശങ്കർ ദയാൽ ശർമ്മ, പിന്നെ ആരാണ്? രാമശങ്കര നാരായണ, KR നാരായണ. അപ്പൊ രാമശങ്കര നാരായണ എന്നിട്ട് കേട്ടോ പാടിയ കലാം, APJ അബ്ദുൽ കലാം, പ്രതിഭയ്ക്ക് പ്രണാമം, പ്രണബ് മുഖർജി, പിന്നെ നമ്മുടെ രാംനാഥ് കോവിന്ദും, പിന്നെ ദ്രൗപദി മുർമു എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട് പണ്ട് കേട്ടോ. അപ്പോൾ അത് കുറെ മുന്നുള്ള കോഡൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്തത് കിട്ടാവുന്നതാണ്. ഓക്കെ, അവിടെ വർഷമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ബി, നാഷണൽ പീപ്പിൾസ് പാർട്ടി. അപ്പൊ ജനുവരി 1, 2025 ഡേറ്റ അനുസരിച്ച് ഇന്ത്യയിൽ 6 അംഗീകൃത ദേശീയ പാർട്ടിയാണുള്ളത്. ഒന്ന് ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ബഹുജൻ സമാജ്വാദി പാർട്ടി, നാഷണൽ പീപ്പിൾ പാർട്ടി, ആം ആദ്മി പാർട്ടി. ഓക്കെ, ഇത് പഠിച്ചു നോക്കുക കേട്ടോ. ഇന്ത്യയിൽ 6 ദേശീയ പാർട്ടികളാണ്, 6 എണ്ണം.
അപ്പോൾ നാഷണൽ പീപ്പിൾ പാർട്ടിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ്. മേഘാലയയിലാണ് ഇത് കൂടുതലായിട്ട് കേന്ദ്രീകരിച്ചത്. അതാണ് വടക്ക് കിഴക്കെന്നുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ 2012 ജൂലൈയിൽ NCPയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം PA സാങ്മ സ്ഥാപിച്ച 2019 ജൂൺ 7 ദേശീയ പാർട്ടി പദവി ലഭിച്ചു. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ഈ പദവി നേടുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മുടെ നാഷണൽ പീപ്പിൾ പാർട്ടി. അപ്പോൾ ഇവിടെ NPP പ്രസിഡന്റ് കോൺറാഡ് സാങ്മ, രാജ്യസഭാ നേതാവ് വൻവിറോയ് ഗർലൂഗി, സ്ഥാപകൻ ആരാണ്? PA സാങ്മ. സ്ഥാപിച്ചത് 6 ജനുവരി 2013. ആസ്ഥാനം ഷില്ലോങ്, മേഘാലയ. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളാണത് പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി 73ാമത്തെ ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പ്രത്യേകതകൾ. പ്രഷർ ഗ്രൂപ്പ്. ഇതൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഈ പ്രഷർ ഗ്രൂപ്പുകളെ കുറിച്ച് പറയുമ്പോൾ. ഏതാണ് ഇതിൻ്റെ ആൻസർ? 1, 2, 4. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കും. നേരിട്ട് അധികാരത്തിനായി പ്രവർത്തിക്കുന്നില്ല. തെരഞ്ഞെടുപ്പുകളിൽ വരും മത്സരിക്കുന്നില്ല. സമ്മർദ്ദ ഗ്രൂപ്പുകൾ കേട്ടോ. പ്രാദേശിക സാമുദായ താല്പര്യങ്ങൾക്കായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമ്മർദ്ദ ഗ്രൂപ്പ് എന്താണ്? അവർ സർക്കാർ തീരുമാനങ്ങളെ മാറ്റം വരുത്താനും സ്വാധീനിക്കാനും ശ്രമിക്കുന്നു. അവർ ഒരു പ്രത്യേക വിഷയത്തിലോ കാരണത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രാഷ്ട്രീയ അധികാരമില്ല. അവർ രാഷ്ട്രീയ പാർട്ടികളല്ല. അവർ അവരുടെ അംഗങ്ങളുടെ കാഴ്ചപ്പാടുകളെ പ്രതിനിധീകരിക്കുന്നു. അവർ നിവേദനങ്ങൾ, ലോബിയിങ്, പ്രതിഷേധങ്ങൾ തുടങ്ങിയ രീതികൾ ഉപയോഗിക്കുന്നു. പൊതുജനങ്ങളിൽ നിന്ന്, പ്രത്യേക ഗ്രൂപ്പിൽ നിന്ന് അവർ പിന്തുണ ലഭിച്ചേക്കാം. അവർ സർക്കാരിൽ നിന്ന് വേറിട്ട് പ്രവർത്തിക്കുന്നു. അവർ നിയമങ്ങളെയും നയങ്ങളെയും അവർക്ക് അനുകൂലമായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ ടേംസുകൾ നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. ഈ സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുന്ന പോലുള്ള കുറച്ച് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലേ? ഓക്കെ, 74ാമത്തെ ചോദ്യം. സംസ്ഥാനങ്ങൾക്ക് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനുള്ള OBC പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്നാണ് ചോദിച്ചത്. സംസ്ഥാനങ്ങൾക്ക് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ OBC പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുന്നുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഭരണഘടനാ ഭേദഗതി 105ാം ഭരണഘടനാ ഭേദഗതി. നോക്കാം. 102ാം ഭേദഗതി 2008-ലാണ്. 1993 രൂപീകരിച്ച ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. 103ാം ഭേദഗതി 2019-ലാണ്. സാമ്പത്തിക അസമത്വം കുറക്കുന്നതിനായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലികളിലും ഉന്നത വിദ്യാഭ്യാസത്തിലും 10% സംവരണം ഏർപ്പെടുത്തി. 104ാമത്തെ ഭരണഘടനാ ഭേദഗതി 2020-ലാണ്. ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം 2030 വരെ നീട്ടി. ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിനുള്ള സംവരണ സീറ്റുകൾ ഇത് നീക്കം ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് വകുപ്പുകൾ, ഭേദഗതികളൊക്കെ പഠിക്കാനുണ്ട് വളരെ വിശദമായിട്ട്. ഓക്കെ, 75ാം ചോദ്യം. ജനകീയ പരമാധികാരം എന്ന ആശയവുമായി ബന്ധമുള്ള ചിന്തകൻ ആരാണ്? ജനകീയ പരമാധികാരം ആരാണ്? പോപ്പുലർ സോവറിനിറ്റി, ജോൺ ലോക്കാണ്. അപ്പോൾ ജോൺ ലോക്കിന്റെ ജനകീയ പരമാധികാര സിദ്ധാന്തം പറയുന്നത് നിയമനിർമ്മാണ സഭയല്ല, ജനങ്ങളാണ് ആത്യന്തികമായി അധികാരികൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗവൺമെന്റുകളെയും അതിൽ ഭരണാധികാരികളെയും മാറ്റാനുള്ള അവകാശം ആർക്കുണ്ട്? ജനങ്ങൾക്ക് എന്ന് ലോക്ക് വാദിച്ചു. രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ചുള്ള ലോക്കിന്റെ മറ്റു ചില വീക്ഷണങ്ങൾ. ഒന്ന്, സാമൂഹിക കരാർ, സോഷ്യൽ കോൺട്രാക്ട്. ഭരിക്കുന്നവരുടെ സമ്മതത്തോടെയാണ് ഒരു ഗവൺമെന്റ് സ്ഥാപിക്കുക എന്ന് ലോക്ക് വിശ്വസിച്ചു. പരിമിതമായ സർക്കാർ, ലിമിറ്റഡ് ഗവൺമെന്റ്. ഏതാണ്? പൗരന്മാരുടെ ജീവനും സ്വത്തിനും സർക്കാർ നൽകുന്നതിനുള്ള സർക്കാർ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് ലോക്ക് വാദിച്ചു. സെപ്പറേഷൻ ഓഫ് പവർ, അധികാരങ്ങളുടെ വേർതിരിവ്. നിയമനിർമ്മാണ സഭയാണ് പരമോന്നത അധികാര സ്ഥാനമെന്നും എന്നാൽ കാര്യനിർവഹണ വിഭാഗവും ഫെഡറേഷനുകളും കോമൺവെൽത്തിന്റെ വിവിധ അധികാര കേന്ദ്രങ്ങളാണെന്നും ലോക്ക് വിശ്വസിച്ചു. കാര്യനിർവഹണ വിഭാഗത്തിന്, എക്സിക്യൂട്ടീവ്, നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തമുണ്ട്. പരമാധികാരത്തിനെതിരെയുള്ള വിമർശനം, ഒരു രാജാവിന്റെ അധികാരം ഒരു കുട്ടിയുടെ മേലുള്ള പിതാവിന്റെ അധികാരവുമായി താരതമ്യപ്പെടുത്താവുന്ന ആശയം ലോക്ക് നിരസിച്ചു. കുട്ടികൾക്ക് യുക്തിസഹമായ പ്രായം എത്തുന്നതുവരെ മാത്രമേ പ്രതിശക്തി ബാധിക്കാനാകൂ എന്ന് അദ്ദേഹം വാദിച്ചു. 1632 മുതൽ 1607 വരെ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് തത്വചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനുമായിരുന്നു ലോക്ക്. രാഷ്ട്രീയ ഉദാരവൽക്കരണത്തിന്റെ പ്രതിരോധത്തിനും അസഹിഷ്ണുതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ രചനകൾ അദ്ദേഹം പ്രശസ്തനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ പഠിക്കാറുണ്ട് കേട്ടോ ഓരോ ആളുകളെ കുറിച്ചൊക്കെ. 76ാമത്തെ ചോദ്യം. ജുഡീഷ്യൽ റിവ്യൂവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഏതെല്ലാം? ഏതാണ്? 1, 2. ഗവൺമെന്റ് തീരുമാനങ്ങൾ നിയമപരമാണെന്ന് ഉറപ്പുവരുത്തുക. ഭരണഘടനാ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിയമനിർമ്മാണ സഭകളുടെ അധികാരം പരിമിതപ്പെടുത്താനൊന്നും ആയിരിക്കില്ല ജുഡീഷ്യൽ റിവ്യൂവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളല്ല. ഓക്കെ, അതും ഓപ്ഷൻ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കി കിട്ടാവുന്നതാണ്.
അപ്പൊ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിന്റെയോ നടപടിയുടെയോ നിയമസാധുത ജഡ്ജി അവലോകനം ചെയ്യുന്ന ഒരു തരം കോടതി നടപടിയാണ് ഇത് ജുഡീഷ്യൽ അവലോകനം, ജുഡീഷ്യൽ റിവ്യൂ. ഭരണഘടനയുടെ പരമാധികാരം നിലനിർത്തുന്നതിന് ജുഡീഷ്യൽ അവലോകനം അത്യന്താപേക്ഷിതമാണ്. നിയമനിർമ്മാണ സഭയും കാര്യനിർവ്വഹണ വിഭാഗവും അധികാര ദുർവിനിയോഗം ചെയ്യുന്നത് തടയുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണ്. ഇത് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, ഫെഡറൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണ്, എക്സിക്യൂട്ടീവുകളുടെ സ്വച്ഛാധിപത്യം തടയുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. 77ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് എത്രാമത്തെ ആർട്ടിക്കിളാണ്? നിങ്ങളെ ചോദ്യത്തിന്റെ ലെവലൊക്കെ ഒന്ന് നോക്കുക. വളരെ ആഴത്തിലിറങ്ങിയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ആർട്ടിക്കിൾ 3. അപ്പൊ നമുക്ക് ഓരോ ആർട്ടിക്കിൾ നോക്കാം. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുള്ള അവകാശങ്ങൾ 1. 10 അവകാശങ്ങൾ പറയുന്നു. അവകാശം 1, എല്ലാ മനുഷ്യരും സ്വതന്ത്രരും തുല്യരാണ് ജനിക്കുന്നത്. ആർട്ടിക്കിൾ 2, വംശം, ലിംഗം, നിറം, ഭാഷ, മതം, രാഷ്ട്രീയം, ജന്മസ്ഥലം എന്നൊന്നും പരിഗണിക്കാതെ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 3, എല്ലാവരും ജീവിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിലും സുരക്ഷിതത്തിലും ജീവിക്കാനുള്ള അവകാശം. അത് ആർട്ടിക്കിൾ 3 ആണ്. ആർട്ടിക്കിൾ 4, അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആർട്ടിക്കിൾ 5, പീഡനങ്ങളിൽ നിന്ന് മോചനം നേടാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആർട്ടിക്കിൾ 6, നിയമപരമായുള്ള അംഗീകാരത്തിന് എല്ലാവർക്കും അവകാശമുണ്ട്. ആർട്ടിക്കിൾ 7, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 8, തങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നീതി തേടാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആർട്ടിക്കിൾ 9, ഏതൊരാൾക്കും ഏകപക്ഷീയമായ അറസ്റ്റ്, തടങ്കൽ, നാടുകടത്തിൽ എന്നിവയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 10, ന്യായമായ വിചാരണയ്ക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. ഒക്കെ വിശദമായിട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ അവിടെയൊക്കെ. 78ാം ചോദ്യം, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ഒരു പ്രകടിത രൂപം ഏതാണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ഒരു പ്രകടിത രൂപം. ഇതൊക്കെ കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ ഇതിൽ ഓരോ നോക്കുമ്പോൾ ജനഹിത പരിശോധന, പ്രാതിനിധ്യ ജനാധിപത്യം, അധികാര വികേന്ദ്രീകരണം, സ്വയം പര്യാപ്ത ഗ്രാമവ്യവസ്ഥ, ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇതിൽ ഏതാണെന്നുള്ളത്. പ്രാതിനിധ്യമാണോ, അധികാര വികേന്ദ്രീകരണം, ഈ പ്രത്യക്ഷ ജനാധിപത്യം എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ല ഇവിടെ അധികാര വികേന്ദ്രീകരണം, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ജനഹിത പരിശോധന. നോക്കാം. ഒരു പ്രത്യേക പ്രദേശത്തെ യോഗ്യരായ എല്ലാ വോട്ടർമാരും ഒരു പ്രത്യേക വിഷയത്തിലോ നിർദ്ദേശത്തിലോ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ജനാധിപത്യത്തിന്റെ ഒരു രൂപമാണ് റഫറൻഡം. പ്രധാനപ്പെട്ട ദേശീയ വിഷയങ്ങൾ പൗരന്മാർക്ക് നേരിട്ട് അഭിപ്രായം നൽകുകയും കൂടുതൽ ജനാധിപത്യപരമായ തീരുമാനമെടുക്കൽ പ്രക്രിയ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു മാർഗമാണിത്. ഒരു റഫറൻഡത്തിൽ ജനങ്ങൾക്ക് ഒരു ഒരു നിർദ്ദിഷ്ട ചോദ്യമോ നിർദ്ദേശമോ അവതരിപ്പിക്കുകയും നിർദ്ദേശത്തെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ വോട്ട് ചെയ്യാൻ അവർക്ക് അവസരം നൽകുകയും ചെയ്യുന്നു. ജനഹിത പരിശോധനയുടെ ഫലങ്ങൾ സാധാരണയായി നിർബന്ധിതമാണ്, അതായത് ജനങ്ങളുടെ തീരുമാനം നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. ഈ റഫറൻഡത്തിന്റെ പ്രയോജനങ്ങളൊക്കെ നോക്കാം. ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇത് സുതാര്യതയെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇത് പൗരന്മാർക്ക് നേരിട്ട് പറയാനുള്ള അവകാശം നൽകുന്നു, ഇത് മികച്ച തീരുമാനമെടുക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇനി റഫറൻഡത്തിന്റെ പോരായ്മകൾ. റഫറൻഡം ഭിന്നിപ്പെട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രചാരണങ്ങളും ഇതിനെ സ്വാധീനിക്കാം. ഇത് ചെലവേറിയതാവാം. ഇത് പ്രാതിനിധ്യത്തിന്റെ അഭാവത്തിലേക്ക് നയിച്ചേക്കാം. ഓക്കെ. 79 കേരളത്തിലെ സംവരണ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം. സിമ്പിൾ ചോദ്യമായിരുന്നു. 2 ഏതൊക്കെയാണ്? മാവേലിക്കര, ആലത്തൂരൊക്കെയാണത് അല്ലെ. 1 മാവേലിക്കരയിൽ ആരാണ്, ആലത്തൂരിൽ ആരാണെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം നിങ്ങൾ നോക്കുന്നത് ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലെ. എന്താണ്? 1947-48 അത് 50-51 അത് 48-49 അല്ലെ? ഒരു ഓപ്ഷൻ തന്നെ കൺഫ്യൂഷൻ വരുന്നതാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1951-52 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് ജനുവരി 1950 ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുകുമാർ സെൻ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ 21 വയസ്സായിരുന്നു വോട്ടിംഗ് പ്രായം. പിന്നെ 1989 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 18 ആക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടത്. 1989 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 18 ആക്കുന്നത്. 164 സീറ്റുകൾ നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയം നേടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു 2ാം സ്ഥാനത്തെത്തിയ രാഷ്ട്രീയ പാർട്ടി. ഓക്കെ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ, ഓൾസോ ഹെൽഡ് പോർട്ട്ഫോളിയോ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് കോമൺവെൽത്ത് റിലേഷൻ. സർദാർ വല്ലഭായ് പട്ടേൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്, സ്റ്റേറ്റ് ആൻഡ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മിനിസ്റ്റർ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. പിന്നെ ഇവിടെ ഒന്നുമില്ല. മൗലാന അബ്ദുൽ കലാം ആസാദ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. ഡോക്ടർ ബി ആർ അംബേദ്കർ മിനിസ്റ്റർ ഓഫ് ലോ. സി രാജഗോപാലാചാരി മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്. ജോൺ മത്തായി മിനിസ്റ്റർ ഓഫ് റെയിൽവേ ആൻഡ് ട്രാൻസ്പോർട്ട്. ആർ കെ ഷൺമുഖം ചെട്ടി ഫസ്റ്റ് ഫൈനാൻസ് മിനിസ്റ്റർ. ജഗ്ജീവൻ റാം മിനിസ്റ്റർ ഓഫ് ലേബർ.
ബൽദേവ് സിംഗ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ്, ശ്യാമപ്രസാദ് മുഖർജി മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ പാർട്ട് ബിയിലെ എല്ലാ മൊഡ്യൂളുകളും നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ നമ്മൾ നടത്തി. അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനൊക്കെ നമ്മുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.